വെൽക്കം ടു ലേണിനോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്സ് ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓഫ് നൈട്രജൻ ഇൻ NO2, NO3- and NH4+ respectively are expected to be option A sp, sp3 and sp2, option B sp, sp2 and sp3, option C sp2, sp and sp3, option D sp2, sp3 and sp. അപ്പോൾ ഓരോ മോളിക്യൂളിലെയും ഹൈബ്രിഡൈസേഷൻ ആ ഒരു പർട്ടിക്കുലർ മോളിക്യൂളിന്റെ ഹൈബ്രിഡ് ഓർബിറ്റലിനെ കുറിച്ചുള്ള ഐഡിയ ആണ് നമുക്ക് തരുന്നത്. NO2+ എന്ന് പറയുന്നത് sp ഹൈബ്രിഡൈസ്ഡ് ആണ് ആൻഡ് NO3- sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, NH4+ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ sp, sp2 ആൻഡ് sp3 ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ ബി. Next question, in NO3- ion, the number of bond pairs and lone pairs of electrons on nitrogen atom are option A 22, option B 31, option C 13, option D 40. അപ്പോൾ നൈട്രജന് 0 ലോൺ പെയർസും 4 ബോണ്ട് പെയർസും ആണ് NO3- വരുന്നത്. NO3- അയോണിൽ നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കാരണം അവിടെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത് 5+1 which is equal to 6 എന്നാണ്. ഇനി ഇവിടെ രണ്ട് സിഗ്മ ബോണ്ട് വരുന്നുണ്ട് ആൻഡ് ഒരു പൈ ബോണ്ട് വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഒരു കോർഡിനേറ്റ് ബോണ്ടും വരുന്നുണ്ട്. ആൻഡ് നൈട്രജൻ ഓക്സിജനുമായിട്ട് വേറൊരു ബോണ്ട് കൂടി അവിടെ കോർഡിനേറ്റ് ബോണ്ട് കൂടി ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നോക്കിയാൽ നമ്പർ ഓഫ് ബോണ്ട് പെയർസ് വരുന്നത് ഈക്വൽ ടു 4 ആണ് ആൻഡ് നമ്പർ ഓഫ് ലോൺ പെയർസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ 4 ആണ് നമ്പർ ഓഫ് ബോണ്ട് പെയർസ് ആൻഡ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, isostructural species are those which have the same shape and hybridization. Among the given species, identify the isostructural pairs. Option A NF3 and BF3, option B BF4- and NH4+, option C BCl3 and BrCl3, option D NH3 and NO3-. ഇവിടെ ഓരോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ NF3 പിരമിഡൽ സ്ട്രക്ചർ ആണ് വരുന്നത് ആൻഡ് BF3ക്ക് പ്ലെനാർ ട്രയാങ്കുലർ സ്ട്രക്ചർ ആണ്. ആൻഡ് സെക്കൻഡ് ഓപ്ഷനിൽ BF4- NH4+നും ടെട്രാഹീഡ്രൽ സ്ട്രക്ചറിലും sp3 ഹൈബ്രിഡൈസേഷനും ആണ് വരുന്നത്. ആൻഡ് തേർഡ് ഓപ്ഷനിൽ BCl3 ട്രയാങ്കുലർ പ്ലെനാർ ആണ് ആൻഡ് BrCl3 ഒരു ടി ഷേപ്ഡ് സ്ട്രക്ചർ ആണ് വരുന്നത്. ആൻഡ് ഫോർത്ത് ഓപ്ഷനിൽ NH3 പിരമിഡൽ ആണ്, NO3- ട്രയാങ്കുലർ പ്ലെനാർ ആണ്. അപ്പൊ ഇവിടെ സെയിം ഷേപ്പ്, അതായത് സെയിം ഷേപ്പ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ വരുന്ന ഐസോസ്ട്രക്ചറൽ പെയർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, BF4- and NH4+. Next question, polarity in a molecule and hence the dipole moment depends primarily on electronegativity of the constituent atoms and shape of a molecule. Which of the following has the highest dipole moment? Option A carbon dioxide, option B hydrogen iodide, option C water molecule, option D sulfur dioxide. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ലോവർ ഡൈപോൾ മൊമെന്റ് വരുന്നത് ഹൈഡ്രജൻ സൾഫൈഡിനാണ് ആസ് കമ്പയർഡ് ടു വാട്ടർ. എന്തുകൊണ്ടാണ്? വാട്ടറിൽ ഓക്സിജൻ ആറ്റം വരുന്നുണ്ട് അല്ലെ, അപ്പൊ ഓക്സിജൻ എന്ന് പറയുന്നത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ് ആസ് കമ്പയർഡ് ടു സൾഫർ ഇൻ ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഹൈഡ്രജനിൽ നിന്ന് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും ടുവേർഡ്സ് ഇറ്റ് വിത്ത് ഗ്രേറ്റർ ചാർജ്. അപ്പം ഡൈപോൾ മൊമെന്റ് ഓഫ് വാട്ടർ ആണ് മോർ ആസ് കമ്പയർഡ് ടു ഹൈഡ്രജൻ സൾഫൈഡ്. സോ ഓപ്ഷൻ സി വാട്ടർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കാർബൺ ഡയോക്സൈഡിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആണ് ആൻഡ് ഹൈഡ്രജൻ അയഡൈഡിന്റെ ഡൈപോൾ മൊമെന്റ് വരുന്നത് 0.38 ആണ് ആൻഡ് വാട്ടർ മോളിക്യൂളിന്റെ എത്രയാണ് 1.84 ആണ് ഡൈപോൾ മൊമെന്റ് ആൻഡ് സൾഫർ ഡയോക്സൈഡിന് 1.62 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, number of pi bonds and sigma bonds in the following structure is option A 619, option B 420, option C 519, option D 520. സിംഗിൾ ബോണ്ടിന് ഒരു സിഗ്മ ബോണ്ട് മാത്രമായിരിക്കും ഉണ്ടാവുക. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ഉണ്ടാവും ആൻഡ് ട്രിപ്പിൾ ബോണ്ടിന് ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ട്സും ആണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂളില് 8 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്സ് വരുന്നുണ്ട് ആൻഡ് 11 കാർബൺ കാർബൺ സിഗ്മ ബോണ്ട്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ 11+8 19 സിഗ്മ ബോണ്ട്സ് ആണ് വരുന്നത് ആൻഡ് പൈ ബോണ്ട്സ് എത്രയാണ് വരുന്നത്? പൈ ബോണ്ട്സ് 5 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 519 ആണ് നമ്പർ ഓഫ് പൈ ബോണ്ട്സും സിഗ്മ ബോണ്ട്സും ടോട്ടലി വരുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which of the following molecule or ion all the bonds are not equal? Option A
HCF4, ഓപ്ഷൻ ബി BF4 മൈനസ്, ഓപ്ഷൻ സി C2H4, ഓപ്ഷൻ ഡി SiF4. അപ്പൊ ഇവിടെ എല്ലാ ബോൺസും ഈക്വൽ അല്ലാത്ത മോളിക്യൂൾ എന്ന് പറയുന്നത് C2H4 ആണ്. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഇവിടെ കാർബൺ ഹൈഡ്രജൻ ബോൺസ് ഈക്വൽ ആണ്, പക്ഷെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് കാർബൺ കാർബൺ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഈക്വൽ ആണ് അല്ലെ. സോ ഓപ്ഷൻ സി C2H4 ആണ് കറക്റ്റ് ആൻസർ. Next question, in which of the following substances will hydrogen bond be strongest? Option A HCl, option B H2O, option C HI, option D H2S. ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രജൻ അയഡൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് ഇതൊന്നും തന്നെ ഹൈഡ്രജൻ ബോൺസ് ഫോം ചെയ്യില്ല. ഓൺലി H2O മാത്രമാണ് ഇവിടെ ഹൈഡ്രജൻ ബോൺസ് ഫോം ചെയ്യുന്നത്. ഒരു H2O മോളിക്യൂളിൽ 4 ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി H2O മോളിക്യൂൾ ആണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. Next question, if the electronic configuration of an element is 1s2, 2s2, 2p6, 3s2, 3p6, 3d2, 4s2, the 4 electrons involved in chemical bond formation will be option A 3p6, option B 3p6, 3d2, 4s2, option C 3p6, 3d2, option D 3d2, 4s2. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ ആണ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ പെനൾട്ടിമേറ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസും കെമിക്കൽ റിയാക്ഷനിൽ അല്ലെങ്കിൽ ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ വാലൻസ് ഷെല്ലും പെനൾട്ടിമേറ്റ് ഷെല്ലിലും ഉള്ള ഇലക്ട്രോൺസ് ആയിരിക്കും ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം 4 ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ ബോണ്ട് ഫോർമേഷനിൽ വരുന്നത്, 3d2 ആൻഡ് 4s2. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, hydrogen bonds are formed in many compounds. Example, water, hydrogen fluoride, ammonia. The boiling point of such compounds depends to a large extent on the strength of hydrogen bond and the number of hydrogen bonds. The correct decreasing order of the boiling points of above compounds is. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മോളിക്യൂൾസിന്റെ സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ഓർഡർ വരുന്നത് എങ്ങനെയാണ്? HF greater than HO bond greater than HN bond. ഓക്കെ, പക്ഷെ ഓരോ വാട്ടർ മോളിക്യൂളും ലിങ്ക് ചെയ്തിരിക്കുന്നത് 4 മറ്റുള്ള വാട്ടർ മോളിക്യൂൾസിനോടാണ് ത്രൂ ഹൈഡ്രജൻ ബോണ്ട്സ്. വേറസ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് 2 ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസിനോട് മാത്രമാണ്. ഓക്കെ, അപ്പൊ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഗ്രേറ്റർ ദാൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഗ്രേറ്റർ ദാൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് അമോണിയ എന്നാണ് വരുന്നത്. അപ്പൊ H2O ഗ്രേറ്റർ ദാൻ HF ഗ്രേറ്റർ ദാൻ NH3, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question, which of the following angle corresponds to sp2 hybridization? Option A 90 degree, option B 120 degree, option C 180 degree, option D 109 degree. Total number of hybrid orbitals എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് സിഗ്മ ബോൺസ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർസ് ആണ്. ഓക്കെ, അപ്പൊ sp2 ഹൈബ്രിഡൈസേഷന് ലോൺ പെയർസ് ഈക്വൽ ടു 0യും നമ്പർ ഓഫ് സിഗ്മ ബോൺസ് ഈക്വൽ ടു 3 ആണ് വരുന്നത്. അപ്പൊ ഈ 3 ബോൺസ് റിപ്പൾഷനെ മിനിമൈസ് ചെയ്യും അറ്റ് ബോണ്ട് ആംഗിൾ ഓഫ് 120 degree. So correct answer option B ആണ് 120 degree. Next question, the higher lattice energy corresponds to option A MgO, option B CaO, option C SRO, option D BaO. ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് അയോൺസ് ആണ് ഇൻ കേസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എലമെന്റ്സിലെ Mg2+ ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള അയോൺ എന്ന് പറയുന്നത്. അപ്പൊ മഗ്നീഷ്യം ഓക്സൈഡിനാണ് ഇവിടെ ഹയസ്റ്റ് ലാറ്റിസ് എനർജി വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗുലർ ഷേപ്പ് ഓഫ് ഓസോൺ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് ഓപ്ഷൻ എ 1 sigma and 2 pi bonds, ഓപ്ഷൻ ബി 2 sigma and 2 pi bonds, ഓപ്ഷൻ സി 1 sigma and 1 pi bond, ഓപ്ഷൻ ഡി 2 sigma and 1 pi bond. ഓസോൺ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. അതിന് ബ്ലൂ കളർ ആണ്. ഓൾസോ ഇറ്റ് ഈസ് എ ഡയമagnetic ഗ്യാസ്. ഓക്കെ, ഇത് UV റേസിൽ നിന്ന് ഇൻഹാബിറ്റൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മോളിക്യൂൾ ആണ്. സോ ആംഗുലർ ഷേപ്പ് വരുന്നത് 2 സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ആയിട്ടാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് ആംഗുലർ സ്ട്രക്ചർ ഓഫ് ഓസോണോ3 മോളിക്യൂൾ ആണ്. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിൽ ഒരു സിഗ്മയും ഒരു പൈ ബോണ്ടും ആണ് ഡബിൾ ബോണ്ടിൽ വരുന്നത് ആൻഡ് ഒരു സിഗ്മ ബോണ്ടാണ് സിംഗിൾ ബോണ്ടിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടലി 2 സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ആണ് ഓസോൺ മോളിക്യൂളിൽ പ്രസന്റ് ആയിട്ടുള്ളത്.
Next question. Lattice energy is calculated by option A Born-Haber cycle, option B Mulliken's equation, option C both A and B, option D none of this. Lattice energy നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂസിങ് ബോൺ-ഹേബർ സൈക്കിൾ ആൻഡ് ഹെസ്സസ് ലോ വെച്ചിട്ടാണ്. ബോൺ-ഹേബർ സൈക്കിൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ദ ഡിസെക്ഷൻ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് അയണൈസേഷൻ ഇൻറ്റു കമ്പോണന്റ് റിയാക്ഷൻസ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബോൺ-ഹേബർ സൈക്കിൾ. Next question. The shape of IF7 molecule is option A tetrahedral, option B trigonal bipyramidal, option C octahedral, option D pentagonal bipyramidal. ഇവിടെ അയഡിന് 7 വാലൻസ് ഇലക്ട്രോൺസും 7 ഫ്ലൂറിൻ ആറ്റംസും ആണ് വരുന്നത്. സോ ഇവിടെ ഇലക്ട്രോൺ പെയർ 7+7/2 ആണ് വരുന്നത്, വിച്ച് ഇസ് അഗെയിൻ 7. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്താണ് ഇവിടെ? sp3d3 ആണ് വരുന്നത്. അപ്പൊ സ്ട്രക്ചർ പെന്റഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ആണ് IF7 വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പെന്റഗണൽ ബൈപിരമിഡൽ. Next question. The units of dipole moment is option A ESU, option B coulomb meter, option C Pascal, option D second meter. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം മീറ്റർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question. High boiling point of water is due to which reason? Option A coordinate bonding, option B covalent bonding, option C electrostatic force of attraction, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ വാട്ടർ മോളിക്യൂളിൽ ഹയർ ബോയിലിംഗ് പോയിന്റ് വരുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമാണ്. സെവറൽ വാട്ടർ മോളിക്യൂൾസ് അസോസിയേറ്റ് ആവുന്നത് ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ്. ഓക്കെ, ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ അസോസിയേഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ആയിട്ടുണ്ട്. അത്രയും സ്ട്രോങ്സ്റ്റ് ആണ് ആ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question. Hydrogen bond is not present in option A water, option B glycerol, option C hydrogen fluoride, option D hydrogen sulfide. ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യുന്നത് കോമ്പൗണ്ട്സ് വിച്ച് ആർ ഫ്ലൂറിൻ, നൈട്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ വിത്ത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ സൾഫൈഡിന്റെ കേസിൽ അവിടെ ഫ്ലൂറിനോ നൈട്രജനോ ഓക്സിജനോ ഒന്നും തന്നെ ഇല്ല. സോ ഇറ്റ് ഡസ് നോട്ട് ഫോം എ ഹൈഡ്രജൻ ബോണ്ട്. സോ കറക്റ്റ് ആൻസർ ഹൈഡ്രജൻ സൾഫൈഡ് ആണ്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Intermolecular hydrogen bonding is strongest in option A methylamine, option B phenol, option C methanol, option D formaldehyde. അപ്പോൾ OH ആൻഡ് NH ഗ്രൂപ്പിൽ സ്ട്രോങ്ങർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് OH ഗ്രൂപ്പ് വഴിയാണ്. ഓക്കെ, ഇനിയും കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ആൽഫാറ്റിക് ആൽക്കഹോൾസിലാണ് ഫോംഡ് ആവുന്നത് ദാൻ അരോമാറ്റിക് ആൽക്കഹോൾസ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മെത്തനോൾ. Next question. The bond order of carbon monoxide molecule is option A 2, option B 2.5, option C 3, option D 3.5. അപ്പോൾ കാർബൺ മോണോക്സൈഡിന് ബോണ്ടിങ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 10ഉം ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് 4ഉം ആണ് വരുന്നത്. ബോണ്ട് ഓർഡർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലെ. ദാറ്റ് ഈസ് NB minus Na/2 which is equal to 10 minus 4/2 and is equal to 3. So option C 3 ആണ് ഇവിടെ ബോണ്ട് ഓർഡർ വരുന്നത്. Next question. As the S character of hybridized orbital increases, the bond angle. Option A increases, option B decreases, option C becomes 0, option D does not change. അപ്പോൾ S character hybridized orbital increase ആവുന്നതനുസരിച്ചിട്ട് ബോണ്ട് ആംഗിളും അവിടെ ഇൻക്രീസ് ആവും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ A increases. Next question. The number of unpaired electrons in a paramagnetic diatomic molecule of an element with atomic number 16 is option A 2, option B 3, option C 4, option D 1. ഓക്സിജൻ മോളിക്യൂളിനെ പോലെ സൾഫറും S2 മോളിക്യൂൾ ആയിട്ടാണ് വേപ്പർ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് 2 unpaired electrons in anti bonding bimolecular orbitals. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ 2 നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് എക്സാമ്പിൾ എക്സിബിറ്റ് ട്രാൻസിയന്റ് എക്സിസ്റ്റൻസ്? ഓപ്ഷൻ എ H, ഓപ്ഷൻ ബി H2+, ഓപ്ഷൻ സി H+, ഓപ്ഷൻ ഡി He. ബോണ്ട് ഓർഡർ ഓഫ് H ആൻഡ് H2+ ആൻഡ് He എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്. പക്ഷേ ബോണ്ട് ഓർഡർ ഓഫ് H+ വരുന്നത് ഈക്വൽ ടു 0 ആണ്. അപ്പം H+ നാണ് ട്രാൻസിയന്റ് എക്സിസ്റ്റൻസ് ഉള്ളത്. സോ ഓപ്ഷൻ സി H+ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Molecular orbital theory was given by option A Kossel, option B Moseley, option C Millikan, option D Werner. Molecular orbital theory എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1927 ആണ്. വാലൻസ് ബോണ്ട് തിയറിക്ക് ശേഷമാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഡെവലപ്പ് ആയത്. ഓക്കെ, അപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സയന്റിസ്റ്റ് ആരൊക്കെയാന്ന് നോക്കാം. ഫ്രീഡറിക് ഹണ്ട്, റോബർട്ട് മുള്ളിക്കൻ, ജോൺ സി സ്ലേറ്റർ ആൻഡ് ജോൺ ലെനാർഡ് ജോൺസ് ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ റോബർട്ട് മുള്ളിക്കൻ ആണ് വരുന്നത്. ഓപ്ഷൻ സി മുള്ളിക്കൻ ഈസ് ദി കറക്റ്റ് ആൻസർ. Next question. The boiling point of methanol is greater than that of methyl thiol because option A, there is intramolecular hydrogen bonding in methanol and intermolecular hydrogen bonding in methyl thiol. Option B, there is intermolecular hydrogen bonding in methanol and no hydrogen bonding in methyl thiol. Option C, there is no hydrogen bonding in methanol and intermolecular hydrogen bonding in methyl thiol. Option D, there is intramolecular hydrogen bonding in methanol and no hydrogen bonding in methyl thiol. മെത്തനോളില് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് ആൻഡ് മീഥൈൽ തയോളില് ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? മെത്തനോളിന് ഹയർ ബോയിലിംഗ് പോയിന്റ് ആണ് ആസ് കമ്പയർഡ് ടു മീഥൈൽ തയോൾ. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ദർ ഈസ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ മെത്തനോൾ ആൻഡ് നോ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ മീഥൈൽ തയോൾ. Next question. Which of the following substances has the highest melting point? Option A BaO, option B MgO, option C KCl, option D NaCl. മെൽറ്റിംഗ് പോയിന്റ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ലാറ്റിസ് എനർജിനെയാണ്. NaCl-ലും KCl-ലും അവരുടെ അയോൺസിൽ യൂണിറ്റ് ചാർജ് ഉണ്ട്. വൈൽ MgO ആൻഡ് BaOക്ക് 2 യൂണിറ്റ് ചാർജസ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ MgOയുടെയും BaOയുടെയും ലാറ്റിസ് എനർജി ആയിരിക്കും ലാർജർ ആയിട്ടുള്ളത് ആസ് കമ്പയർഡ് ടു NaCl ആൻഡ് KCl. ഓക്കെ, സിൻസ് Mg2+ എന്ന് പറയുന്നത് Ba2+നെക്കാട്ടും സ്മോളർ ആണ്. ഓക്കെ, അപ്പം MgOയ്ക്ക് ആയിരിക്കും തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ഹയർ ലാറ്റിസ് എനർജി വരുന്നത് ആൻഡ് ഹെൻസ് ഇറ്റ് ഹാസ് ഹയർ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, MgO. സോ അപ്പോൾ ഇത്രയാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ ചാപ്റ്ററിൽ വരുന്ന നമ്മുടെ MCQs. താങ്ക് യു.